പക്ഷികളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ, ആകാശത്തൂടെ പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗതികേട് കൊണ്ട് ചിറകുകളുണ്ടാക്കി പറക്കേണ്ട വന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. പിന്നെ ഞാൻ കഥ പറയുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും, കാരണം ലേൺ ഇംഗ്ലീഷ് ത്രൂ സ്റ്റോറീസ് കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us start. Once upon a time in Greece there lived a great scientist. പണ്ടൊരിക്കൽ ഗ്രീസ് എന്ന രാജ്യത്ത് ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു. He was considered the greatest scientist alive. അദ്ദേഹത്തെ അന്ന് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. He had a son and his ambition was to turn his son also into a great scientist. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ മകനെയും അദ്ദേഹത്തെ പോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. His son was also very intelligent and smart like his father. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ പോലെ തന്നെ വളരെ സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു. But one day he found that there is another boy in Greece who is smarter than his son. പക്ഷേ ഒരു ദിവസം അദ്ദേഹം കണ്ടെത്തി ഗ്രീസിൽ അദ്ദേഹത്തിൻ്റെ മകനേക്കാളിലും കൂടുതൽ കഴിവുകളുള്ള ഒരു കുട്ടിയും കൂടെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ആഫ്റ്റർ ദാറ്റ് ഹി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻക്രീസിംഗ്ലി പാരനോയിഡ്. അത് കേട്ടപ്പോൾ മുതൽ അദ്ദേഹത്തിന് ഒരുമാതിരി പ്രാന്തായി. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റുക എന്നുള്ളത്. പക്ഷെങ്കിൽ ഇപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനേക്കാളിലും കൂടുതൽ കഴിവുള്ള ഒരു ചെക്കൻ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ആൻഡ് സോ ഫൈനലി ഹി ഡിസൈഡഡ് ടു കിൽ ദാറ്റ് ബോയ് ആൻഡ് സോ ഹി ഡിഡ്. അവസാനം അദ്ദേഹം തീരുമാനിച്ചു ആ ചെക്കനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. എന്നിട്ട് അതുപോലെ ചെയ്തു. ബട്ട് ദ ന്യൂസ് സ്പ്രെഡ് ലൈക്ക് എ വൈൽഡ് ഫയർ അക്രോസ് ദ ഗ്രീസ്. പക്ഷേ ആ വാർത്ത കാട്ടുതീ പോലെ ഗ്രീക്ക് മൊത്തം പടർന്നു. ആൻഡ് ഓവർ നൈറ്റ് ഹി ബിക്കം ദ വില്ലൻ ഓഫ് ഗ്രീസ്. ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ഗ്രീസിൻ്റെ വില്ലനായി മാറി. ആൻഡ് ദ പീപ്പിൾ ഓഫ് ദി ഗ്രീസ് ബാനിഷ്ഡ് ഹിം ആൻഡ് ഹിസ് സൺ ഫ്രം ദ ഗ്രീസ്. ഗ്രീക്കുകാർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയും അവിടെ നിന്ന് നാടുകടത്തി. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, he is the greatest scientist alive, isn't it? There are so many people who wanted him by their side. കൂട്ടുകാരെ, അദ്ദേഹം ലോകത്തിലെ ഏറ്റവും കേമനായ ശാസ്ത്രജ്ഞനാണെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. സച്ച് എ പേഴ്സൺ വാസ് ദ കിങ് ഓഫ് ദ ക്രീഡ്സ്. അപ്പോൾ അതുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ക്രീഡ്സിൻ്റെ രാജാവ്. സോ ഹി വെൽക്കം ദ കിങ് ഓഫ് ദ ക്രീഡ്സ്, വെൽക്കം ദ സയൻറ്റിസ്റ്റ് ആൻഡ് ഹിസ് സൺ ടു ദ ക്രീഡ്സ്. ക്രീഡ്സിൻ്റെ രാജാവ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയും ക്രീഡ്സിലേക്ക് സ്വാഗതം ചെയ്തു. ക്രീഡ്സ് എന്ന് പറയുന്നത് ഗ്രീക്കിൻ്റെ അടുത്തുള്ള ഒരു ദ്വീപാണ്, വേറൊരു രാജ്യമാണ്. ഗ്രീക്കിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു രാജ്യമാണ് ക്രീറ്റ്സ്. ആൻഡ് ദെയർ ഓൾസോ ഹി കണ്ടിന്യൂഡ് ഹിസ് ലെഗസി ആൻഡ് മെയ്ഡ് സോ മെനി ഗ്രേറ്റ് ഡിസ്കവറീസ്. അവിടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പിന്തുടർന്നു. എന്നിട്ട് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. ബട്ട് വൺ ഡേ ദ ക്വീൻ ഓഫ് ദ ഗ്രീസ് ഹാഡ് എ ഡിസയർ. പക്ഷേ ഒരു ദിവസം ക്രീറ്റ്സിൻ്റെ രാജ്ഞിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം തോന്നി. ദർ ഇസ് എ പ്ലേസ് ഇൻ ക്രീറ്റ്സ് വിച്ച് ഈസ് കൺസിഡർഡ് ടു ബി ദ ഗേറ്റ് വേ ടു ദ അണ്ടർ വേൾഡ്. അപ്പോൾ ക്രീറ്റ്സിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ആ നാട്ടുകാരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പാതാളത്തിലേക്ക് പോകാനുള്ള പ്രവേശമാർഗമാണെന്നാണ് ഗ്രീക്കുകാർ എന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദ ഡിസയർ ഓഫ് ദ ക്വീൻ വാസ് ടു ഗോ ടു ദ അണ്ടർ വേൾഡ്. പാതാളത്തിലേക്ക് പോവുക എന്നായിരുന്നു രാജ്ഞിയുടെ ആഗ്രഹം. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇറ്റ് റിക്വയർ എ സ്പെഷ്യൽ വെരി കോംപ്ലിക്കേറ്റഡ് കീ ടു ഓപ്പൺ ദ ഡോർ ടു ദ അണ്ടർ വേൾഡ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാതാളത്തിലേക്ക് പോകുന്ന ആ വാതിലുകൾ തുറക്കണമെങ്കിൽ വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു താക്കോൽ ആവശ്യമുണ്ട്. സോ വാട്ട് ഷി ഡിഡ് ഈസ് ദാറ്റ് ഷി കോൾഡ് ദ സയൻറ്റിസ്റ്റ് ആൻഡ് ടോൾഡ് ഹിം. രാജ്ഞി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ശാസ്ത്രജ്ഞനെ വിളിച്ചിട്ട് പറയുകയാണ്, പീപ്പിൾ ആർ ടെല്ലിംഗ് ദാറ്റ് യു ആർ ദ ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് അല്ല, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ബിലീവ് ദാറ്റ്. ഇഫ് ഐ ഹാവ് ടു ബിലീവ് ദാറ്റ് യു ഹാവ് ടു പ്രൂവ് ടു മീ ബൈ മേക്കിംഗ് ദറ്റ് കീ ഫോർ ദാറ്റ് ഡോർ. അപ്പം അതായത് ആൾക്കാരൊക്കെ പറയുന്നത് താങ്കൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വാതിൽ തുറക്കാനുള്ള താക്കോൽ ഉണ്ടാക്കി തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, സമ്മതിക്കാം, ഇയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. So the scientists want to prove he is indeed the greatest scientist. So within a few days he made that complicated key. അപ്പോൾ ശാസ്ത്രജ്ഞന് രാജ്ഞിയോട് സ്ഥാപിക്കണമായിരുന്നു അദ്ദേഹം തന്നെയാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ സങ്കീർണമായ താക്കോൽ അദ്ദേഹം രാജ്ഞിക്ക് കൊടുത്തു. യൂസിങ് ദാറ്റ് കീ ദ ക്വീൻ ഗോസ് ടു ദ അണ്ടർവേൾഡ് ആൻഡ് കംസ് ബാക്ക്. ആ താക്കോൽ ഉപയോഗിച്ച് രാജ്ഞി പാതാളത്തിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. ബട്ട് വെൻ ദ കിങ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദാറ്റ് ഹി ഗെറ്റ്സ് ഇൻഫ്യൂരിയേറ്റഡ്. തൻ്റെ ഭാര്യ പാതാളത്തിലേക്ക് ആരും അറിയാതെ പാതാളത്തിലേക്ക് പോയിട്ട് വന്നെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്, അതിന് കാരണം ശാസ്ത്രജ്ഞാനൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് രാജാവങ്ങ് ശരിക്കും കലി കാരണം ഇരിക്കാൻ മേലാത്തൊരവസ്ഥയായി. സോ വാട്ട് ഹി ഡിഡ് ഈസ് ദാറ്റ് ഹി ഇംപ്രിസൺഡ് ദ സയൻറ്റിസ്റ്റ് ആൻഡ് ഹിസ് സൺ ഇൻ എ ഫോർട്രസ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ എ റിമോട്ട് ഐലൻഡ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശാസ്ത്രജ്ഞൻ്റെ മകനെയും കൂടെ ഒരു കോട്ടയിൽ, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിലുള്ള ഒരു കോട്ടയിൽ കൊണ്ട് തടവിലാക്കി. My dear friends, remember, he is the greatest scientist alive, isn't it? Then what he does is legend. അപ്പോൾ സുഹൃത്തുക്കളെ,
നമ്മുടെ ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ഏറ്റവും കേമനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ എന്നല്ലേ പറഞ്ഞത്. ഇനി അദ്ദേഹം ചെയ്യുന്നത് ഇതിഹാസമാണ്. ദ ഓൺലി വിസിറ്റേഴ്സ് ടു ദാറ്റ് ഐലൻഡ്സ് വെർ എ ഫ്യൂ മൈഗ്രേറ്ററി ബേർഡ്സ്. ആ ദ്വീപിലേക്ക് വരുന്ന ഏക സന്ദർശകർ എന്ന് പറയുന്ന കുറച്ച് ദേശാടന കിളികളാണ്. സോ ദ ഫാദർ ആൻഡ് ദ സൺ കളക്റ്റഡ് ദ ഫെദേഴ്സ് ഓഫ് ദ ബേർഡ്സ് ഫോർ ഇയേഴ്സ്. ആ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിൻ്റെ മകനും വർഷങ്ങളോളം ആ കിളികളുടെ തൂവലുകൾ സ്വീകരിച്ചു കൂട്ടി. ആൻഡ് യൂസിങ് ദാറ്റ് ഫെദേഴ്സ് ആൻഡ് വാക്സ് ഫ്രം ദ കാൻഡിൽ ദേ മേഡ് ഹ്യൂജ് വിങ്സ് ഫോർ ബോത്ത് ഓഫ് ദം. ആ തൂവലുകളും പിന്നെ മെഴുകുതിരി എന്നുള്ള മെഴുകും എടുത്തിട്ട് അവർക്ക് വേണ്ടി വലിയ ചിറകുകൾ ഉണ്ടാക്കുകയാണ്. ആൻഡ് ദെൻ ദേ ഡിസൈഡഡ് ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് പ്രിസൺ. എന്നിട്ട് അവർ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ജസ്റ്റ് ബിഫോർ ദ എസ്കേപ്പ് ദ ഫാദർ ഗിവ് 2 advices ടുവേഴ്സ് ദ സൺ. പറക്കുന്നതിന് മുമ്പേ 2 ഉപദേശങ്ങളാണ് ആ ശാസ്ത്രജ്ഞൻ മകന് കൊടുക്കുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നെവർ ഫ്ലൈ ടു ക്ലോസ് ടു ദ എർത്ത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ അടുത്തൂടെ ഒരിക്കലും പറക്കല്ലേ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് നെവർ ഫ്ലൈ ടു ഹൈ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മുകളിൽ കൂടെ പറക്കരുത്. ആൻഡ് ദെൻ ദേ എസ്കേപ്ഡ് ഫ്രം ദ പ്രിസൺ. എന്നിട്ട് അവർ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടു. But a few minutes into the flight, the son was overpowered by the thrill of the flight and he began to forget what his father says. പറക്കുന്നതിൻ്റെ ആ സന്തോഷവും ആ സ്വാതന്ത്ര്യവും എല്ലാം കാരണം അവൻ്റെ അച്ഛൻ കൊടുത്ത ഉപദേശങ്ങൾ മറക്കാൻ തുടങ്ങി. And then he began to fly closer towards earth. അവൻ താഴ്ന്ന് പറക്കാൻ തുടങ്ങി. There he saw people coming out of their house and looking at him with astonishment. അപ്പോൾ അവൻ കണ്ടു ആൾക്കാരൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി അവനെ നോക്കുന്നവൻ കണ്ടു. ഒരു മാലാഖ എന്നവണ്ണം അവരവനെ നോക്കി നിൽക്കുന്നവൻ കണ്ടു. ഹിസ് ഫാദർ സെഡ് സൺ ഗെറ്റ് ബാക്ക് ടു യുവർ ഒറിജിനൽ ട്രാക്ക്. അപ്പോൾ പുറകിൽ നിന്ന് അവൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മോനെ നിൻ്റെ പഴയ പാതയിലേക്ക് തന്നെ വരൂ എന്ന് പറഞ്ഞു. ബട്ട് ഹി ഈസ് നോട്ട് ഹിയറിംഗ്. ഹി കണ്ടിന്യൂഡ് ഹിസ് പാത്ത്. പക്ഷെ അവൻ കേൾക്കുന്നില്ല. അവൻ അവൻ്റേതായ പാത തന്നെ സ്വീകരിക്കുകയാണ്. ദെൻ he sees a young man standing by the side of a river which was covered with fog. അപ്പോൾ അവനൊരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ഒരു നദിയുടെ സൈഡിൽ നിൽക്കുന്നത്, മൂടൽമഞ്ഞാൽ മറയ്ക്കപ്പെട്ട ഒരു നദിയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അവൻ കാണുന്നു. Then his father screamed from behind, "Son, that is a forbidden forest. No man, no beast ever has come alive from that. Please do not go there." അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് അവൻ്റെ അച്ഛൻ വിളിച്ചു പറയണം മോനെ അത് വിലക്കപ്പെട്ട ഒരു മാന്ത്രിക വനമാണ്, അങ്ങോട്ട് പോകരുത്. ഒരു മനുഷ്യനോ മൃഗമോ ജീവനോടെ അവിടുന്ന് പുറത്തു വന്നിട്ടില്ല, അങ്ങോട്ട് പോകല്ലേ. Suddenly a monster launched itself into the air to catch the boy. പെട്ടെന്ന് ഒരു രാക്ഷസൻ ആ മാന്ത്രികവനത്തിൽ നിന്ന് ചാടി വരുവാണ് അതിനെ പിടിക്കാനായിട്ട്. But somehow he escaped and started flying higher and higher. പക്ഷേ എങ്കിലും അവൻ ആ രാക്ഷസൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മുകളിലേക്ക് പറക്കുകയാണ്. His father said, "Son, please don't fly that high. Come down, please come down." അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു മോനെ ദയവായി താഴോട്ട് പറക്കും, അത്രയും മേൽക്കൂടെ പറക്കല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. ബട്ട് he didn't hear and he flied higher and higher. പക്ഷെ അവൻ കേൾക്കാതെ മുകളിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. Then the sun started melting the wax. അപ്പോഴത്തേക്ക് സൂര്യൻ അതിൻ്റെ ചൂട് കാരണം അവൻ്റെ പുറകിലുള്ള നിന്ന് മെഴുകല്ല ഉരുകാൻ തുടങ്ങി. And he started falling from the sky. And what a fall was it. എന്നിട്ട് ആ മെഴുകെല്ലാം മുഴിക്കുന്നപ്പോഴത്തേക്ക് അവൻ ആകാശത്തിൽ താഴേക്ക് വീണു. His father, the scientist, had to see his own son falling from the sky and dying right in front of his eyes. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ മോൻ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ആകാശത്തുനിന്ന് ഇടയിലേക്ക് വീണ് മരിക്കുന്നു. സ്വന്തം കൺമുമ്പിൽ തന്നെ മരിക്കുന്നു കാണുന്നതാണ്. ആൻഡ് ഹിസ് റെസ്റ്റ് ഓഫ് ലൈഫ് വിത്ത് ദാറ്റ് ഗ്രീഫ്. ആ കുറ്റബോധം കൊണ്ട് ആ വിഷമം കൊണ്ട് ജീവിതകാലം മൊത്തം ശേഷിച്ച കാലം മൊത്തം അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. ഓക്കെ ഫ്രണ്ട്സ്, കഥ ഇവിടെ തീരുവാണ്. പക്ഷേ ഈ കഥയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാങ്കേതിക വിദ്യയും നമുക്ക് നല്ലതിനും ചീത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ we shall always be in control of every technology we use and never let the technology control us. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാങ്കേതിക വിദ്യയുടെയും നിയന്ത്രിക്കുന്ന നമ്മളായിരിക്കണം. ഒരിക്കലും ഒരു സാങ്കേതിക വിദ്യയും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കഥയിലെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആ ശാസ്ത്രജ്ഞൻ്റെ മകൻ പറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവനോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു മേളിലോട്ടും താഴോട്ടും പോകലേന്ന്. പക്ഷേ അവൻ ആ പറക്കുന്നതിൻ്റെ ആ സുഖവും സ്വാതന്ത്ര്യം കാരണം അതെല്ലാം മറന്നിട്ട് ആ സാങ്കേതിക വിദ്യയുടെ ആ സുഖം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അത് നഷ്ടത്തിലേക്ക് പോയി. അപ്പം നമ്മുടെ ഈ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇവിടെ പഠിക്കുവാൻ എത്തിയിരിക്കുന്ന സമയത്ത് ഈ കഥ ഒത്തിരി ഉപകാരമാകും തോന്നി. പിന്നെ അതുകൂടാതെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ കഥയിൽ നിന്ന് പഠിക്കാൻ പറ്റും. കർമ്മത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകനെ വലിയൊരു ശാസ്ത്രജ്ഞനാക്കാൻ വേറൊരു കുട്ടിയെ കൊന്നുകളഞ്ഞു. ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ തന്നെ മരിച്ചു. പിന്നെ അതുകൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കഥയ്ക്കകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താണെന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം പറയണ്ടേ? ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണെന്ന്. അതിന് ശരി ഉത്തരം അന്റാർട്ടിക്കയാണ്. കാരണം ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന സ്ഥലം
പ്രസിപ്പിറ്റേഷൻ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. പക്ഷേ അവിടെ വീഴുന്ന വെള്ളമെല്ലാം ഐസായിട്ട് തന്നെ നിൽക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് അനദർ സ്റ്റോറി. ടിൽ ദെൻ, ഗുഡ് ബൈ.